ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. പ്ലെയിൻ ടോപ്പിൽ തന്നെ നമുക്ക് അതായത് റെഡിമെയ്ഡ് ടോപ്പിലൊക്കെ കാണത്തില്ലേ, അതേപോലെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു പ്ലെയിൻ ടോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പാൻറ്റാണ്, ഈ കളർ പാൻറ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പെയർ ചെയ്യുന്നുണ്ടായിരുന്നത് അവർ. അപ്പോൾ അതേ കളർ തന്നെ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ നെക്കിൽ ചെയ്യാൻ റെയിൻബോ കളർ സ്റ്റോണും എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നമുക്ക് സർദൂസി ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ. നെക്കിൽ ജസ്റ്റ് ഒന്ന് ബീഡ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് സർദൂസിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഗ്രീന്, മെറൂണ്, പിന്നെ ഈ ഒരു പീച്ച് കളർ ഷെയ്ഡ് കേട്ടോ. പിന്നെ നമുക്ക് ആ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ വൈറ്റ് പേൾ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് മാച്ചിങ് ബോട്ടം ഷോളും വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ചെയ്യാം, പീച്ച് വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ മെറൂണും വൈറ്റും ഒക്കെ നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സർദൂസി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ സർദൂസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബീഡ്സിൻ്റെ മാല പോലത്തെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ലെയർ ചെയ്യാറ്. സർദൂസി വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളല്ലാതെ തന്നെ ഫ്ലവറും ഔട്ട്ലൈനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർദൂസി സാധാരണ യൂസ് ചെയ്യാറ്. ഇതേപോലെ ബീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ലെയർ അതേപോലെ തന്നെ സ്റ്റോണിൻ്റെ ചെയിൻ വെച്ചു. തേർഡ് ലൈനും അതേപോലെ തന്നെ സർദൂസി തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നെക്കിൽ ഒരു ഡോട്ട് ഇട്ട്, അതായത് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ യോക്ക് ഫുള്ളായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാൻഡ് വർക്ക്. അപ്പോൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 12.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതേപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പ് ഇട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പുറമേ മാത്രമല്ല ഉള്ളിലും അതേപോലെ തന്നെ സെയിം ഈക്വൽ ഡിസ്റ്റൻസിൽ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവർ ചെയ്യാൻ ആദ്യം എടുക്കുന്നത് മെറൂൺ കളർ ത്രെഡാണ് കേട്ടോ. അപ്പോൾ ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 6 ഇഴ നൂലും കൊണ്ട് വരുന്നതാണ് ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 3 ഇഴയാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഓരോ ഡോട്ടും ഇടവിട്ട് നമ്മൾ മെറൂൺ കളർ ത്രെഡും കൊണ്ട് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഏത് സ്റ്റിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസി ഡേയ്സ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കറക്റ്റ് എങ്ങനെയാണ് ആ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ വീഡിയോ ഇടാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ മെറൂൺ കളർ ഫ്ലവർ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തു. ഉള്ളിലും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ, കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട്. പിന്നെ അതിനുശേഷം പീച്ച് കളർ ത്രെഡ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്ലവർ ചെയ്തത്.
അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അതേപോലെ തന്നെ മെറൂണും പീച്ചും ഇടവിട്ട് ഗ്യാപ്പിട്ട് അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഗ്രീൻ വെച്ചിട്ട് അതിൻ്റെ ലീഫ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഫുള്ളായിട്ട് നമ്മൾ അതേപോലെ തന്നെ ഇത് സെയിം സ്റ്റിച്ച് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ വലുതായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ നമ്മൾ ത്രെഡ് 3 ലെയറല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു 6-7 ത്രെഡ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലേ കുറച്ച് കട്ടി കിട്ടത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ നെക്കിൽ മാത്രം ഓരോ ഫ്ലവർ ഇടവിട്ടാണ് ഞാൻ ലീഫ് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഫുള്ളായിട്ട് ഓവറോൾ എല്ലാ ഫ്ലവറിനും ലീഫ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പീച്ചും മെറൂണും ഗ്രീനും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പം 3 കളറും കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് കളർ പേളാണ് കേട്ടോ. പേള് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നെക്കിൻ്റെ പോർഷനിൽ നമ്മളൊന്ന് ഡോട്ടിട്ട് വെച്ചായിരുന്ന ആ ഗ്യാപ്പിൽ നമ്മളതേപോലെ ആ പേള് നമ്മളൊന്ന് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നെക്കിൽ മാത്രമല്ല ഓവറോൾ ഫുള്ളായിട്ട് പേള് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കത്തില്ലേ, റെഡിമെയ്ഡ് ടോപ്പ്, അതായത് ബോട്ടവും ഷോളും ടോപ്പും കൂടെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് യോക്കിലൊക്കെ ഇതേപോലെ തന്നെ അതേപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കൊടുത്ത ആൾക്കും നല്ല രീതിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ആവശ്യപ്പെട്ടത് അതേപോലെ തന്നെ ചെറിയൊരു ഫ്ലവർ വന്നിട്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഫ്ലവർ വന്നിട്ട് ഒന്ന് ചെറുതായിട്ട് പേൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ സ്ലീവിൽ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.